ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 3-ാം തീയതിയാണ്. അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നോക്കാം. നിഫ്റ്റി ഏകദേശം ഒരു 48 പോയിൻറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റി 207 പോയിൻറ്റും, IT നോക്കുവാണെങ്കിൽ 24 പോയിൻറ്റിൻ്റെ ഒരു നെഗറ്റീവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓപ്പണിംഗ് നോക്കുവാണെങ്കിൽ 25,505 എന്ന് പറഞ്ഞ ലെവലിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്ത്. അതുപോലെ തന്നെ പ്രീവിയസ് ഡേയുടെ ക്ലോസിംഗ് നോക്കുവാണെങ്കിൽ 25,453 ആയിരുന്നു. ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് ആയിട്ടുള്ള ഓപ്പണിംഗ് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയിൽ നിന്ന് ഏതാണ്ട് 32 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് പോയിരിക്കുന്നത്. നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 17 സ്റ്റോക്കുകൾ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഡോക്ടർ റെഡ്ഡി, അപ്പോളോ, ആ സ്റ്റോക്കുകളൊക്കെ പോസിറ്റീവിലേക്കും, SBI ലൈഫ്, അതുപോലെ തന്നെ കൊഡാക് ബാങ്ക്, ബജാജ് ഫിനാൻസ്, JSW സ്റ്റീൽ, ഈ സ്റ്റോക്കൊക്കെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് സെല്ലിംഗ് നടന്ന സെക്ടറുകൾ നമ്മൾ നോക്കണം. മെറ്റൽ, റിയാലിറ്റി, PSU ബാങ്ക്, ഈ സെക്ടറിലൊക്കെ നെഗറ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓട്ടോ, FMCG എല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും FIA ഇന്ന് സെല്ലിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. FIA ജൂൺ മാസം 3 ദിവസം, ജൂൺ 1, ജൂൺ 2, ജൂൺ 3 സെല്ലിങ്ങിലാണ് നിൽക്കുന്നത്. ഇന്ന് ഏകദേശം 1,481 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. DIA പർച്ചേസിങ്ങിലാണ് നിൽക്കുന്നത്. DIA ഇന്ന് 1,333 കോടിയുടെ നെറ്റ് ബയേഴ്സാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ബൈ തന്നെയാണ് DIA ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും FIAയുടെ സെല്ലിങ് തന്നെയാണ് മാർക്കറ്റിന് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെയിൽവേയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലും നെഗറ്റിവിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. IRTCC പോസിറ്റീവിലാണ് നിൽക്കുന്നത്. സോളാർ സ്റ്റോക്കിൽ സിസ്ലോൺ എനർജി 48 പൈസയായിട്ട് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. ടാറ്റാ പവർ നെഗറ്റീവിലാണ് നിൽക്കുന്നത്. അദാനിയുമായി ബന്ധപ്പെട്ട് പോകുന്ന സ്റ്റോക്കുകൾ നോക്കാം. അദാനി സ്റ്റോക്കുകളും നല്ല രീതിയിലുള്ള സെല്ലിങ്ങിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ട് റിലയൻസ് വലിയ രീതിയിലൊരു ചേഞ്ചിൽ, റിലയൻസിൽ HDFC 1 രൂപയ്ക്ക് അടുത്ത് ചേഞ്ച് ഉള്ളൂ. ഭാരതി എയർടെൽ പ്രധാനമായിട്ട് സെല്ലേഴ്സാണ്. അതുപോലെ തന്നെ SBIN സെല്ലേഴ്സായി മാറിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് അവിടെ ഡൗണാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെല്ലേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ മാർക്കറ്റിൽ ഇത് ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ബൈയിങ് നടന്നായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പോളിക്യാബ് എന്ന് പറയുന്ന സ്റ്റോക്ക് പോസിറ്റീവിലാണ്. 39 രൂപ സ്റ്റോക്ക് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. മറ്റ് സ്റ്റോക്കുകൾ നമുക്ക് വേദാന്ത 11 രൂപയോളം ഡൗണാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കല്യാൺ ജുവലേഴ്സ് 2 രൂപ ഡൗണിലാണ് പോയിരിക്കുന്നത്. ഇന്ത്യൻ ബാങ്കും അതുപോലെ സെൻട്രൽ ബാങ്കൊക്കെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു, അതിനുശേഷം നെഗറ്റീവിലേക്കാണ് വന്നിട്ടുള്ളത്. NTPC ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ശേഷം അത് ഡൗണിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 50 മിനിറ്റ് ചാർട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത് മാർക്കറ്റ് കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് ഒരു റെസിസ്റ്റൻസിനെ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. 25,600 എന്ന് പറയുന്ന റേഞ്ച്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും താഴെ വന്നു, വീണ്ടും അവിടെ മുകളിലേക്ക് പോയി, വീണ്ടും അവിടെ കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോയി, വീണ്ടും താഴെ വന്നു. ഇവിടെയാണ് നമ്മുടെ 25,473 എന്ന സൈക്കോളജിക്കലായിട്ടുള്ള ലെവൽ ഡൗൺ ചെയ്തുകൊണ്ട് താഴത്തോട്ട് പോയി 25,373 അടുത്ത് വരെ പോയിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി. വീണ്ടും ആ ഒരു റേഞ്ച് നോക്കി 25,600 എന്ന് പറയുന്ന റേഞ്ച് റെസ്റ്റ് ചെയ്തു താഴത്തേക്ക് വന്നു. 25,397 അടുത്ത് വരെ പോയിട്ടുണ്ടായി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്ക് ചെയ്ത ലെവൽ തന്നെയാണ് 25,476 എന്ന് പറയുന്ന ലെവൽ. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയിൽ പറയുന്ന ലെവലാണ് 25,600, 473. സൈക്കോളജിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ 25,500 വരും. അതിന് മുകളിൽ താഴെയായിട്ടാണ് നമ്മുടെ ലെവലിൽ നിൽക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് അവിടെ റെസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നാളത്തെ റേഞ്ചിൽ തന്നെ നമ്മൾ വെക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് 25,600 പ്രധാനമായിട്ടുള്ള റെസിസ്റ്റൻസ് മേഖലയാണ്. ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടിയ മാർക്കറ്റ് നല്ല രീതിയിൽ പോകും. ഫാള് പ്രതീക്ഷിക്കുന്നില്ല. 25,300 സപ്പോർട്ടുണ്ട്. അതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. നാളെ ഇപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലും 25,473 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അവിടെ നേരെ താഴത്തേക്ക് വരുവാണെങ്കിൽ ഈ ഒരു 2 ലെവലിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
25,373, അതുപോലെ 25,300. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു രീതിയിലുള്ളൊരു മൊമെൻറ്റം ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു വീക്കെൻഡ് ആകുമ്പോൾ ആളുകളൊക്കെ അവരുടെ പൊസിഷൻസൊക്കെ കോർ ഓഫ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. അതുപോലെ നമുക്ക് റെസിസ്റ്റൻസ് 25,600 ഈ ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമ്മൾ ഈ 300 എന്ന് പറയുന്നത് 200 എന്ന് പറയുന്നത് 25,200 റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോഴാണ് നമ്മളൊരു മൂവ്മെൻറ്റം പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെ നടക്കേണ്ടായി. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഗ്യാപ്പ് അപ്പ് ആവുകയാണെങ്കിൽ 25,600 മുകളിലൊക്കെ ആവുകയാണെങ്കിൽ ഇവിടെ സെല്ലേഴ്സ് വരുവാണെങ്കിൽ വീണ്ടും ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരും. ഇപ്പോൾ കുറേ ദിവസമായിട്ടൊരു ബോക്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു ബ്രേക്ക് ഔട്ടൊക്കെ നടക്കണം. നമുക്ക് നോക്കാം ഈ ബ്രേക്ക് ഔട്ട് നടക്കുമോ എന്ന് നോക്കാം.